പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കവിയും സാംസ്കാരിക പ്രവർത്തകനും നേരത്തെ പ്രവാസിയുമായിട്ടുള്ള പ്രിയപ്പെട്ട ശിവേട്ടനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ശ്രീ പി സുരേഷിൻ്റെ മറതി പാലോറ മലയിലെ നരിമാളത്തിന് മുന്നിലെ താന്യമര ചുവട്ടിൽ ഇരുട്ടും കോടയും നേരം വെളുത്തിട്ടും തിരിച്ചു പോകാതെ ചുറഞ്ഞു കളിച്ചു എന്ന മട്ടിൽ തുടങ്ങുന്ന ഈ നോവൽ സ്വാതന്ത്ര്യസമര സേനാനികളായ അനേകരുടെയും ജീവിതം കൊണ്ട് ജ്വലിപ്പിച്ച സമരചരിത്രമായി ഇതൾ വിരിക്കുന്നു. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ എഴുതപ്പെടാതെ പോയ ഒരേടാണ് മറതി അഥവാ മറവി. മലബാറിലെ ഉള്ളിശ്ശേരി ഗ്രാമത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സ്വപ്നം കണ്ടു നടന്ന തലമുറയുടെ തെയ്യോൻ എന്ന സാധാരണ മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും സഹന സമരത്തിൻ്റെ കഥയാണിത്. പെട്ടെന്ന് മലയുടെ മുകളിലേക്ക് വെള്ള നിറത്തിലുള്ള നദി ഒഴുകി വരുന്നത് പോലെ ഗാന്ധിയും കൂട്ടരും ഒഴുകിയെത്തി. എന്തൊരു വേഗമാണ് ആ മനുഷ്യന്! കൂടെയുള്ളവർ ഒപ്പം നടക്കാനായി ബന്ധപ്പെട്ടു. ദാമോദരൻ കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ തൊട്ടു. സ്നേഹം കൊണ്ട് നിർമ്മിച്ച ആ ഉടലിൻ്റെ ഊഷ്മളത അവൻ്റെ വിരലുകളിലൂടെ വൈദ്യുത പ്രവാഹം പോലെ മൂർധാവിലേക്ക് പ്രവഹിച്ചു. അച്യുതൻ മെല്ലെ മുന്നോട്ട് കയറി വിറയാർന്ന വിരലുകൾ കൊണ്ട് അവൻ ഗാന്ധിജിയുടെ കൈകളിൽ പിടിച്ചു. തലച്ചോറിലേക്കൊരു പ്രകമ്പനം ഇരമ്പിക്കയറി വരുന്നത് പോലെ അച്യുതന് തോന്നി. സത്യവും അഹിംസയും ചേർത്ത് സൃഷ്ടിച്ചതാണ് ആ മനുഷ്യരൂപത്തിൻ്റെ ഉടൽ എന്ന് അവൻ അറിഞ്ഞു. നിലാവ് പോലെ എന്തോ ഒന്ന് തങ്ങളുടെ ഹൃദയത്തിലാകെ പടർന്നൊഴുകുന്നതായി ദാമോദരനും അച്യുതനും തോന്നി. നോവലിലെ ചില പ്രത്യേക സന്ദർഭങ്ങളാണ്. കൂറമുട്ടായിയുടെ മണമുള്ള ദേശീയ പതാക പഴയ ഒരു തകരപ്പെട്ടിയിൽ നിന്ന് തെയ്യോൻ പുറത്തെടുത്തു. ആദരവോടെ അയാളത് നിവർത്തി കുടിലിൻ്റെ അതിരിൽ പൂവിട്ടു നിൽക്കുന്ന ശീമക്കൊന്നയിൽ നിന്ന് ഒരു കമ്പൊടിച്ചെടുത്ത് പതാക അതിൽ കെട്ടിയുറപ്പിച്ചു. ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രതീകമായ ഒരു പതാക എത്രത്തോളം പ്രധാനമാണെന്ന് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട്. രാജ്യസ്നേഹവും ദേശദ്രോഹവും പ്രതിലോമ അർത്ഥങ്ങളുള്ള പദങ്ങളായി പൗരരെ തുറച്ചു നോക്കുന്നുണ്ട്. മാതാം തോടിൻ്റെ കരയിലൂടെ അവർ പാലത്തിനടുത്തേക്ക് നടന്നു. അതേ സമയത്തു തന്നെ ബലിയാഘട്ടിലെ രാഷ്ബഗാൻ മൈതാനിയിലേക്ക് പരവശനായ ഒരു വൃദ്ധൻ വടിയും കുത്തി നടന്നു പോകുന്നുണ്ടായിരുന്നുവെന്ന് തെയ്യോനോ കോയക്കുട്ടിയോ ചാത്തുക്കുട്ടിയോ അറിഞ്ഞതേയില്ല. ആകാശത്തു നിന്ന് പിടിവിട്ട് മാതാന്തോട്ടിൽ വീണുപോയ ഒരു മേഘം അവരോടൊപ്പം നടന്ന് പാലം നൂണ്ട് രാമൻപുഴയിലേക്ക് ഒഴുകിപ്പോയി. ഭാഷയുടെ അനായാസവും ആസക്തവുമായ മനോഹാരിത കാവ്യാത്മകമായി നിറയുന്ന നോവലായി മറതി മാറുന്നുണ്ട്. ഗഹനവും തീക്ഷ്ണവുമായ ഈ മനുഷ്യ കഥാനുഗാനം നമുക്ക് സമർപ്പിച്ച പ്രിയപ്പെട്ട നോവലിസ്റ്റ് ശ്രീ പി സുരേഷ് നിരവധി പഠന ഗ്രന്ഥങ്ങളിലൂടെ ഭാഷയെ അഗാധമായി സ്പർശിച്ചിട്ടുണ്ട്. ഒരു മികച്ച അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം വിവിധ ഭാഷകളിൽ നിന്നായി 250-ലേറെ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവ് എന്ന കൃതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 2021 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചു. ഉള്ളൂർ, സഹോദരനയ്യപ്പൻ, ഇടശ്ശേരി, തകഴി, എം കെ സാനു, സച്ചിദാനന്ദൻ, കടമ്മനിട്ട ബി രാജീവൻ, കെ പി രാമനുണ്ണി, സുഷ്മേഷ് ചന്ദ്രോത്ത്, ജിനേഷ് മടപ്പള്ളി വരെയുള്ള നിരവധി എഴുത്തുകാരുടെ രചനകളെക്കുറിച്ച്, അവരുടെ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം നിരൂപണ ബുദ്ധ്യ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മതം വേണ്ട മനുഷ്യന്, ജനനിമിടമെങ്കിലും നിശബ്ദം, ഭാവിയുടെ പുസ്തകം എന്നിവയാണ് മറ്റു പ്രധാന കൃതികൾ. ശ്രീ പി സുരേഷിനെ കാഫിനു വേണ്ടി ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുരസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പ്രഥമ കാഫ് നോവൽ പുരസ്കാരം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട
സുഭാഷ് ചന്ദ്രൻ. അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മുടെ UAE-യിലെ നാടകപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും സർവോപരി ശില്പിയുമായ നിസാർ ഇബ്രാഹിമാണ്. നൽകാൻ സുഭാഷ് ചന്ദ്രനെയും ഏറ്റുവാകാൻ പ്രിയപ്പെട്ട സുരേഷ് മാഷയും ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മൾ 25,000 രൂപയാണ് കൊടുക്കുന്നത്. അത് പവിത്ര മാഷ് സുരേഷ് മാഷ് നൽകുന്നതായിരിക്കും. പ്രശസ്തി പത്രം ശ്രീ ഗണേഷ് മാഷ് നൽകുന്നതാണ്. നമുക്കിനി സുരേഷ് മാഷെ കേൾക്കാം. സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനും നോവലിസ്റ്റുമായ ശ്രീ സുഭാഷ് ചന്ദ്രൻ, അധ്യക്ഷൻ ശ്രീ കെ ദിനേശൻ, എൻ്റെ ചിരകാല ബന്ധുവായ ഞങ്ങളുടെയൊക്കെ പവിത്രേട്ടൻ, നോവലിസ്റ്റ് ഷീല ടോമി ഉൾപ്പെടെയുള്ള, ഗണേഷ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, കാഫിൻ്റെ പ്രിയ സംഘാടകരെ, സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൃതജ്ഞതയോടെയുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ നോവൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. കാരണം സുഭാഷ് ചന്ദ്രനെ പോലെയൊക്കെയുള്ള, UK കുമാരേട്ടനെ പോലെയൊക്കെയുള്ള നോവലിസ്റ്റുകൾ വിഹരിക്കുന്ന ഒരു ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് എൻ്റെ മേഖല കഥയെഴുത്തോ നോവലെഴുത്തോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നോവലുമായി കടന്നു വരിക എന്നുള്ളത് വലിയ സാഹസമാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കിത് എഴുതാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ജീവിക്കുന്ന ആ പ്രദേശത്ത് ഒരിക്കലും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം മറഞ്ഞുപോയ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഉള്ളിയേരിയിൽ ഇരുമ്പിൻ്റെ ബീമിന് മുകളിൽ മരം വെച്ച് നിർമ്മിച്ച, ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലം തകർക്കുകയാണ് കുറേ ചെറുപ്പക്കാർ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കേസാണത്. അതെത്ര പേർക്കറിയാം? ഒരിടത്തും അങ്ങനെയൊരു ചരിത്രം ഓർമ്മിക്കപ്പെടുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഉള്ളിയേരിയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്മാരകം പോലും നിലനിൽക്കുന്നില്ല. കീഴരിയൂർ ബോംബ് കേസിന് അവിടെ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ജയിൽവാസവും മുള്ളൻകണ്ടി മീത്തൽ കുഞ്ഞിരാമൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്മാരകമുണ്ട്. ചേമഞ്ചേരിയിൽ ഒരു സ്മാരകമുണ്ട് രജിസ്റ്റർ ഓഫീസ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ അങ്ങനെയൊരു സ്മാരകമേ ഇല്ല. അതിന് വാക്കുകൾ കൊണ്ട് ഞാൻ നിർമ്മിച്ചൊരു സ്മാരകമാണിത്. എനിക്കത്രയേ സാധിക്കും. തെയ്യോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഗോപാലൻ എന്ന പേര് സ്കൂളിലേക്ക് പോകുമ്പോൾ ഗോപാലനാണ് പോയത്. ആ ഹാജർ പട്ടികയിൽ ഗോപാലൻ മരിച്ചു വീഴുകയും ഇരുന്ന ഇരുപ്പിൽ നിന്ന് പിന്നീട് തെയ്യോൻ എഴുന്നേൽക്കുകയും ചെയ്ത ഒരു സന്ദർഭം ഞാൻ എഴുതുന്നുണ്ട്. ഇത് തെയ്യോൻ എന്നോട് നേരിട്ട് പറഞ്ഞ കഥയാണ്.
ഇവരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ്. പക്ഷേ അവരെ ഒന്നും ചരിത്രം ഓർമ്മിച്ചില്ല. സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ജാലിയൻ വാലാബാഗും, സ്വാതന്ത്ര്യ സമര നായകർ എന്ന് കേൾക്കുമ്പോൾ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മയിൽ വരിക. പക്ഷേ മുള്ളംകണ്ടി മീത്തൽ കുഞ്ഞിരാമനെയും പാലോറമലയിൽ തെയ്യോനെയും നടുവിലക്കണ്ടി ദാമോദരൻ നായരെയും കരിയറ്റിക്കൽ ശങ്കരൻ നായരെയും പുളിക്കൂൽ കോയക്കുട്ടിയെയും മനത്താനത്ത് മീത്തൽ ചാത്തുക്കുട്ടിയെയും ആരും ഓർക്കില്ല. അവർ കൂടി നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യമെന്ന് നമ്മളൊക്കെ പലപ്പോഴും മറന്നു പോകുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ എത്രയോ ഗ്രാമങ്ങളിൽ അനേകം മനുഷ്യർ അവരുടെ ജീവിതം ഹോമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈയിടെ എന്നെ വല്ലാതെ നോവിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇതിൽ 18-ാം അധ്യായം ഈ വേദിയിൽ വെച്ചാണ് ഒരു വർഷം മുമ്പ് എസ് ഹരീഷ് നോവൽ പ്രകാശനം ചെയ്തത്. പ്രകാശനം ചെയ്ത് ഞങ്ങളിത് കഴിഞ്ഞ ശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഹരീഷ് ചിക്കൻ കറി ഓർഡർ ചെയ്തു, ഞാൻ വെജിറ്റബിൾ കറിയും. അപ്പോൾ എന്നോട് ഹരീഷ് പറഞ്ഞു, പച്ചക്കറി കഴിക്കുന്നവരൊക്കെ വലിയ ക്രൂരന്മാരാണ്. ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? കാരണം നിങ്ങൾ മുള്ളംകണ്ടി മീത്തൽ കുഞ്ഞിരാമനെ എന്താണ് ചെയ്തത്? എനിക്ക് ആ 18-ാം അധ്യായം വായിക്കാൻ കഴിഞ്ഞില്ല കണ്ണീര് കൊണ്ട് എന്ന് ഹരീഷ് എന്നോട് പറഞ്ഞു. എനിക്കും അതായിരുന്നു അനുഭവം. ഞാൻ എഴുതിയതാണെങ്കിൽ പോലും, ഇപ്പോൾ സുഭാഷ് ചന്ദ്രനൊക്കെ ആ അനുഭവം ഉണ്ടാവും. എനിക്കിപ്പോഴും അധ്യായം വായിക്കാൻ പറ്റില്ല. മുള്ളംകണ്ടി മീത്തൽ കുഞ്ഞിരാമനെ കീഴരിയൂർ മാവട്ടുമലയിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോവുകയാണ്. കൊയിലാണ്ടി ലോക്കപ്പിലും ജയിലിലും വെച്ച് അതിക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചു, അതിഭീകരമായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. ഭാര്യ പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞ്. 28-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുമായിട്ട് ആ കുഞ്ഞിനെ അച്ഛനെ കാണിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അവർ ജയിൽ മുറ്റത്ത് പോയിരിക്കും. പക്ഷേ പോലീസുകാർ കാണാൻ അനുവദിച്ചില്ല. ഒരു ദിവസം പൊരി വെയിലത്ത് ആ കുഞ്ഞിനെയും അമ്മയെയും ഇരുത്തി. പിന്നീട് ഇനി മേലാൽ ഇങ്ങോട്ട് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അവരെ അവിടെ നാട്ടിപ്പായിച്ചു. എല്ലാ ദിവസവും നെല്ലിയാടിപ്പുഴയുടെ കടവിൽ ആ അമ്മ കുഞ്ഞുമായിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. ഓളങ്ങളുടെ താരാട്ട് കേട്ടുകൊണ്ട് ആ കുഞ്ഞുറങ്ങും. അത് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഈ 2-3 മാസം മുമ്പ് നമ്മുടെ നാട്ടിനടുത്തുള്ള മുയിപ്പോത്ത് ഒരു ഈ മറതിയുടെ ചർച്ച ശശിമാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചർച്ച വെച്ചപ്പോൾ അവിടെ ആദരിച്ച ഒരാളുണ്ടായിരുന്നു. ആ മുള്ളംകണ്ടി മീത്തൽ കുഞ്ഞിരാമൻ്റെ മകൾ കല്യാണി അമ്മ. ഇത് എഴുതുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അത് എഴുതിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വായിക്കാൻ കൊടുത്തപ്പോഴാണ് ആ മകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായത്. അത്തരം ചില യാദൃച്ഛികതകളുടെ സൗന്ദര്യം കൂടിയാണല്ലോ നോവൽ എന്നൊക്കെ പറയുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരുപാട് മനുഷ്യരുടെ വേദനകളുടെയും കണ്ണീരിൻ്റെയും അനിശ്ചിതത്വങ്ങളുടെയും ഒക്കെ കഥ കൂടിയാണ്. ഇനി എപ്പോഴെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ലാതെയാണ് അക്കാലത്ത് ഒരുപാട് മനുഷ്യർ ഈ സമരത്തിന് വേണ്ടി പോയത്. എത്രയോ മനുഷ്യർ നിശബ്ദമായിട്ടതിന് പിന്തുണ നൽകി. ഇതിലൊരു സന്ദർഭം കൂടി ഞാൻ സൂചിപ്പിക്കാം. എൻ്റെ നാട്ടിൽ എനിക്ക് വിദൂരമായി പരിചയമുണ്ടായിരുന്ന പാണൻകുമാരൻ എന്ന് പറയുന്നൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാത്രിയിൽ പറമ്പിൻ്റെ മുകളിൽ ഈച്ചരൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പോയി മന്ത്രവാദം നടത്തി തിരിച്ചു വരുമ്പോഴാണ് കോക്കല്ലൂർ അംശക്കച്ചേരിക്ക് തീ വെക്കാൻ വേണ്ടി നടുവിലക്കണ്ടി ദാമോദരൻ നായരും സംഘവും പോകുന്നത് രാത്രിയിൽ. മന്ത്രവാദം കഴിഞ്ഞു വരുമ്പോൾ കൂലിയായി കിട്ടിയ ഒരു 2 തേങ്ങ ഒരു തോർത്തുമുണ്ടിൽ പൊതിഞ്ഞ് അദ്ദേഹം കയ്യിൽ വയ്ക്കുന്നുണ്ട്. എങ്ങോട്ടാണ് അവർ പോകുന്നത് എന്ന് പാണൻകുമാരൻ അറിയാം. അയാൾക്ക് ഗാന്ധിജി അറിയില്ല, അയാൾക്ക് നെഹ്റുവിനെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമോ അറിയില്ല. പക്ഷെ അയാൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവരൊക്കെ ചെയ്യുന്നത് എന്തോ നല്ല കാര്യമാണ്, എനിക്ക് വേണ്ടി, എൻ്റെ നാടിനു വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്ക് ഈ തോർത്തുമുണ്ടിൽ പൊതിഞ്ഞ തേങ്ങ സമ്മാനിക്കും, പഴവും സമ്മാനിക്കും. അവർ പഴം തിന്നിട്ട് ആ തേങ്ങ അയാൾക്ക് തിരിച്ചു കൊടുക്കും, തോർത്തുമുണ്ട് അവർ കയ്യിൽ വെക്കും. കാരണം കണ്ണൂരിൽ പോയി കൂപ്പൺ ഉപയോഗിച്ച് വാങ്ങിക്കൊണ്ടുവന്ന പെട്രോളിൽ മുക്കി ഈ തോർത്തുമുണ്ട് മുക്കിയിട്ട് വേണം കോക്കലൂർ അംശക്കച്ചേരിക്ക് തീ വെക്കാൻ. അവർ നടന്നു പറഞ്ഞപ്പോൾ പാണൻകുമാരൻ തൻ്റെ വീട്ടിലേക്കുള്ള ആ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കയറി കാഞ്ഞിരമരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വളരെ നിശബ്ദം, അയാൾ മാത്രം കേൾക്കുന്ന മട്ടിൽ ഇരുട്ടിൽ അയാൾ മഹാത്മാഗാന്ധിക്ക് ജയ്
എന്ന് മുദ്രാവാക്യം വിളിക്കും. അയാളുടേതു കൂടിയാണ് ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന സങ്കല്പം മാഞ്ഞു പോകുന്നൊരു കാലത്ത്, നേരത്തെ സുഭാഷ് ചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്നൊരു കാലത്ത് അവരെ ബലാത്സംഗം ചെയ്യണമെന്നും വെടിവെച്ച് കൊല്ലണമെന്നും പറയാൻ മടിയില്ലാത്തൊരു കാലത്ത് നാം നമ്മുടെ ഇന്ത്യയെപ്പറ്റി, നമ്മുടെ യഥാർത്ഥ ഇന്ത്യയെപ്പറ്റി, ആ ഇന്ത്യക്ക് വേണ്ടി മരിച്ചുപോയവരെ പറ്റി, ഇന്ത്യക്ക് വേണ്ടി മർദ്ദനമേറ്റവരെ പറ്റി, ആ ഇന്ത്യ രൂപപ്പെടുത്തിയവരെ പറ്റി നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചിലതരം മറവികൾ വളരെ അപകടകരമാണ്. ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ പേര് മറതി എന്നാണെങ്കിലും ഇത് ഓർമ്മകളുടെ പുസ്തകം കൂടിയാണ്. ചിലതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി പുസ്തകമാണ്. മൂസ നെഹ്റു എന്നൊരു കഥാപാത്രത്തെ ഞാൻ ഈ നോവലിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നെഹ്റു ആരാണെന്ന് മൂസയ്ക്കറിയില്ല. പക്ഷേ അയ്യാലിൽ രാമൻ നായർ എന്ന് പറയുന്ന ഒരു ഒളിപ്പോരാളിയെപ്പോലെ പ്രവർത്തിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ച് പവിത്രേട്ടൻ പറഞ്ഞല്ലോ, സ്വതന്ത്ര ഭാരതം എന്ന പത്രം രഹസ്യമായി വിതരണം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം SIക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പൊതി കെട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇത് SIക്ക് കൊടുക്കണം. മൂസ ദിവസവും മീനിന് വേണ്ടി കൊയിലാണ്ടി പോകും. ആരാണ് തന്നതെന്നാണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നെഹ്റു തന്നതാണെന്ന് പറഞ്ഞാൽ മതി. മൂസയ്ക്ക് നെഹ്റു ആരാണെന്ന് അറിയില്ല. ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായത് നെഹ്റു ആരാണെന്നും ഗാന്ധിജി ആരാണെന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ അദ്ദേഹം കടപ്പുറത്ത് പോയി മീൻ വാങ്ങി കാവടിയിൽ മീൻ വെച്ച് വരുമ്പോൾ ഏറ്റവും നല്ല മീനിൻ്റെ കൂടെ, പോലീസുകാർക്കുള്ളതാണല്ലോ ഏറ്റവും നല്ല മീൻ, അതിൻ്റെ കൂടെ ഈ പൊതി കൊടുക്കും. പൊതി അഴിച്ചു നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർ നിരോധിച്ച സ്വതന്ത്ര ഭാരതം എന്ന പത്രമാണ്. രാജ്യദ്രോഹിയാണ് ഇയാൾ. ഒരൊറ്റ ചവിട്ടിന് കാവടിയും മൂസയും താഴെ പോകും. ഇതാരാണ് തന്നതെന്ന് ചോദിച്ചപ്പോൾ മൂസ പറയും നെഹ്റു തന്നതാണ് എന്നാണ്. പിന്നെ അദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മൂസ നെഹ്റു എന്നായി. അങ്ങനെ നെഹ്റുവിനെ അറിയാത്ത, ഗാന്ധിജി അറിയാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത എത്രയോ മനുഷ്യന്മാർ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുകയും തല്ലുകൊള്ളുകയും ചെയ്യുന്നുണ്ട്. നടുവിലക്കണ്ടി ദാമോദരൻ നായരാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പാലം പൊളിച്ച് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ ഗർഭിണിയായ അവൾ, കുഞ്ഞുമാധവി എന്ന ആ അമ്മയാകാൻ പോകുന്ന സ്ത്രീ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഉടുപ്പ് തുന്നാണ്. അങ്ങനെ ആ തുന്നുന്ന നൂല് ബ്രിട്ടീഷുകാരോട് കളിച്ചാൽ അവനെ പാഠം പഠിപ്പിക്കുന്ന കുങ്കർ എന്ന് പറയുന്ന ഈ കുങ്കന്നാർ എന്ന് പറയുന്ന പോലീസുകാർ പറഞ്ഞപ്പോൾ കുഞ്ഞുമാധവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബ്രിട്ടീഷാ? പരിഹാസത്തോടു കൂടി ആ നൂല് കടിച്ചു തുപ്പിക്കൊണ്ട്, നിങ്ങൾ ബ്രിട്ടീഷാണോ? കാരണം ബ്രിട്ടീഷുകാരായിരുന്നില്ലല്ലോ അന്ന് ഭരിച്ചത്. അന്ന് ഇന്ത്യക്കാരായ ആളുകളായിരുന്നല്ലോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വെടിപണി ചെയ്തത്. അത്തരത്തിൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അത്തരത്തിൽ ഒരുപാട് മനുഷ്യരുടെ ചോരയും കണ്ണീരും വിയർപ്പും പുരണ്ട് നാം നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം, അത് എൻ്റെ നാടും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ എവിടെയും രേഖപ്പെടുത്താതെ പോയി. അത് മറതിയുടെ ഒരു വലിയ കമ്പിളി വന്ന് അത് മൂടിക്കളഞ്ഞു. അതൊന്ന് വലിച്ചു മാറ്റുക എന്ന് പറയുന്നൊരു കൃത്യം മാത്രമാണ് ഞാൻ ചെയ്തത്. ചരിത്രത്തെ നോവൽവൽക്കരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ അപകടങ്ങൾ ഉണ്ടാകാം, അതെനിക്കറിയാം. നോവലൈസേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അപകടകരമായൊരു പണിയാണ്. ആ അപകടകരമായ പണി ചെറിയൊരു പുസ്തകത്തിലൂടെ നിർവഹിക്കാൻ സാധിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒട്ടും ആത്മവിശ്വാസമില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അത് വായിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കണമെന്ന് നിർബന്ധിച്ചത്. ഇപ്പോൾ അത് 5ാം പതിപ്പിലേക്ക്, ഒരു വർഷം കൊണ്ട് 5ാം പതിപ്പിലേക്ക് പോവുകയാണ്. ഏതായാലും ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ വളരെ നല്ല വാക്കുകൾ പറഞ്ഞു. അവരുടെ വാക്കുകൾ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇത് നിരൂപണമൊക്കെയാണ് എൻ്റെ മേഖലയെങ്കിലും ആദ്യമായിട്ടാണ് ഫിക്ഷനിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കഥാകാരന്മാരുടേതായൊരു നിയോജക മണ്ഡലം എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതാദ്യമായിട്ടാണ് അങ്ങനെയൊരു ഒരു കഥാകാരൻ, ഒരു നോവലിസ്റ്റ് എന്നുള്ള പേര് കിട്ടിയത്. ആ നോവലിന് മറ്റുള്ളതിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടശ്ശേരി പുരസ്കാരമൊക്കെ ലഭിച്ചെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിനൊരു പുരസ്കാരം ലഭിക്കുന്നത്. ആ പുരസ്കാരം എൻ്റെ നാട്ടിലെ മൺമറഞ്ഞു പോയ, ആരും ഓർമ്മിക്കാതെ ആരെല്ലാമോ ചവിട്ടി അരച്ച് കളഞ്ഞ ആ മനുഷ്യർക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പുരസ്കാരം തന്ന
കാഫിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്ക് 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. 2 പരിപാടി ഇനി ഇവിടെ ബാക്കിയുള്ളത്, ഒന്ന് കാഫ് പുറത്തിറക്കാൻ പോകുന്ന ദ്വൈമാസികയുടെ ഒരു കവർ പ്രകാശനമാണ്. പിന്നീട് നമ്മുടെ പെണ്ണായനങ്ങളുടെ ഭൂപടങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും. അതിനു മുമ്പ് ഈ നോവൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ നമ്മോട് ഒപ്പമുണ്ടായിരുന്ന ഫൈസൽ ബാബ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.